എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് മഞ്ഞളിൻ്റെ പ്രോസസ്സിംഗ് ആണ്. അതിനായിട്ട് മഞ്ഞൾ ഒരു 4-5 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. ഇത് നമ്മളെ പറമ്പിൽ നിന്ന് വിളവെടുത്തതാണ്. ഇതൊരു 5 കിലോ മഞ്ഞളെങ്കിലും ഉണ്ടാവും. ഇതിൻ്റെ വീഡിയോ ഞാൻ വിളവെടുപ്പിൻ്റെ വീഡിയോ മുന്നേ ഞാൻ കാണിച്ചിട്ടുണ്ട്. അത് നമ്മളെ ചാനൽ നോക്കിയാൽ കാണും. നന്നായി കഴുകിയതിന് ശേഷം ഇതൊരു കലത്തിലേക്ക് ഇടുക. ഒരു 4 പ്രാവശ്യം കഴുകണം. അതിൽ ചെളിയും മഴുക്കും എല്ലാം കളഞ്ഞതിന് ശേഷം ഒരു കലത്തിലേക്ക് ഇട്ട് അതിലേക്ക് നിറയെ വെള്ളം ഒഴിക്കുക. നിറയെ അറിഞ്ഞാൽ മഞ്ഞളിൻ്റെ ഒപ്പം തന്നെ വെള്ളം വയ്ക്കണം. ഇനി അതിൽ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു അടുപ്പ് സെറ്റ് ചെയ്യുക. ഇത് നന്നായിട്ട് കത്തണം, അല്ലെങ്കിൽ അത് വാടിപ്പോവും. അപ്പോൾ പൊടി നമുക്ക് കളറൊന്നും കിട്ടില്ല, പൊടി കേടായി പോവും. കല അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു വാഴയില കൊണ്ട് അടയ്ക്കണം. പാത്രം കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ അത് മഞ്ഞൾ തിളച്ച് പോകുന്ന സമയത്ത് കളർ പിടിക്കും പാത്രത്തിന്, പിന്നെ അത് കഴുകിയാൽ പോകില്ല. അതുകൊണ്ടാണ് വാഴയില കൊണ്ട് അടയ്ക്കുന്നത്. ഇത് നന്നായിട്ട് കത്തണം. ഇതിനൊരു 3/4 മണിക്കൂറെങ്കിലും തീ കത്തണം, അല്ലെങ്കിൽ അത് ശരിക്കും വേവില്ല. ഇനി ഇത് ഏകദേശം 3/4 മണിക്കൂറായി. നമുക്കിതൊന്ന് നോക്കാം വെന്തോന്നുള്ളത്. ഒന്ന് തുറന്ന് നോക്കിയതിന് ശേഷം ഇത് പൊട്ടിച്ച് നോക്കണം. ഒന്ന് നോക്കിയിട്ട് ഇപ്പോൾ കണ്ടോ, ഭയങ്കര ചൂടാണ്, ഇത് നോക്കാൻ പറ്റണില്ല. നമുക്ക് ചൂടാറിയതിന് ശേഷം ഒന്ന് പൊട്ടിച്ച് നോക്കാം. ഈ പൊട്ടിച്ച് നോക്കുമ്പോൾ ഇതൊരു നൂല് പോലെ ഇങ്ങനെ വരും. ഈ നൂല് പോലെ കാണുന്നതാണ് ഉണ്ടെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. ഇനി നമുക്ക് ഇതൊരു അരിപ്പ പാത്രത്തിലേക്ക് മുഴുവനായിട്ടും കോരിയെടുക്കാം. ഇങ്ങനെ നമ്മളെ പറമ്പിൽ തന്നെ മഞ്ഞൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മഞ്ഞപ്പൊടി കിട്ടും. അത് നമ്മളെ ശരീരത്തിന് നല്ലതാണ്. അങ്ങനെ മായം ചേർത്തിട്ടുള്ള മഞ്ഞപ്പൊടിയൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടല്ലോ. ഇനി ഇത് ചൂടാറിയതിന് ശേഷം ചെറിയ പീസുകളാക്കി, കുറച്ച് അത്യാവശ്യം വലുപ്പത്തിലുള്ള പീസാണ് ഞാൻ ആക്കുന്നത്. അത് മില്ലിൽ പൊടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീട്ടിൽ തന്നെ പൊടിക്കാൻ, മിക്സിയിൽ പൊടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ അതാ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇത് കോരിയിടാം. ഇനി നമുക്കിത് ഉണക്കാനിടാം. ഏകദേശം ഒരു 10 ദിവസമെങ്കിലും ഇത് ഉണങ്ങണം. നല്ല വെയിലത്തിട്ട് നന്നായിട്ട് ഉണങ്ങണം. നന്നായിട്ട് ഉണങ്ങിയില്ല എന്നുണ്ടെങ്കിൽ ഇത് പ്രാണികളൊക്കെ വന്ന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വിധത്തിലാകും. അതുപോലെ തന്നെ നല്ലോണം വേവും വേണം. വെന്തില്ല എന്നുണ്ടെങ്കിൽ ഇതിന് കളർ വ്യത്യാസം വരും, കളർ ഉണ്ടാവില്ല മഞ്ഞപ്പൊടിക്ക്. അപ്പോൾ നന്നായിട്ട് വേവും നന്നായിട്ട് ഉണങ്ങുകയും ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊടിക്ക് നല്ല കളറും കിട്ടും. നമുക്ക് ഒരുപാട് കാലം ഉപയോഗിക്കാനും സാധിക്കും. ഇപ്പോൾ ഇത് കണ്ടോ, ഇത് 5 ദിവസം ഉണങ്ങിയ മഞ്ഞളാണിത്. ഇത് ഉണങ്ങി വന്നപ്പം ചെറുതായിട്ട് ഇങ്ങനെ ചുരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കും. ഓരോ ദിവസം വെയിലത്തിടും തോറും അതിങ്ങനെ ചുരുങ്ങി വന്ന് ഇത് ലാസ്റ്റ് എത്തുമ്പം നമുക്ക് ഉണക്കം പാകമായി എന്ന് കാണാൻ നമ്മൾ പൊട്ടിച്ച് നോക്കണത്. അത് പൊട്ടിച്ച് നോക്കിയാൽ ഒരു സൗണ്ട് വരും പൊട്ടിക്കുമ്പോൾ. ആ സൗണ്ട് വന്നാൽ നമുക്ക് ഉണങ്ങിയെന്ന് മനസ്സിലാക്കാം. അപ്പോഴാണ് നമ്മൾ പൊടിക്കാൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പൊടിച്ച് കൊണ്ടുവന്ന മഞ്ഞൾപ്പൊടിയാണിത്. ഇത് നമുക്ക് വീട്ടാവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആയി. ഇനി കുറച്ച് മഞ്ഞളിൻ്റെ വിത്തുകൾ ഞാൻ അടുത്ത വർഷത്തേക്ക് നടാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.